സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം പുല്ലുവെട്ടുന്ന മെഷീനാണ് കേട്ടോ. അപ്പൊ ഈ മെഷീൻ നമുക്ക് ആർക്കും ഉപയോഗിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ്, പക്ഷെ വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്ന വിധം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ മെഷീൻ വാടകയ്ക്ക് എടുത്താണ്. ഹോണ്ടയുടെ മെഷീനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പെട്രോൾ തുറന്നിട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഓയിൽ ഒഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഓയിൽ കടയുടെ ഉടമ ഒഴിച്ചോടെ നമ്മളത് ശ്രദ്ധിക്കേണ്ട. അതുപോലെ തന്നെ ഇത് ചോക്കാണ്. ഈ ചോക്ക് താഴത്തേക്കാക്കി മേലേക്ക് ആക്കാൻ സാധിക്കും. മേലേക്ക് ആക്കി കഴിഞ്ഞാൽ ഓണാണ്. മേലേക്ക് ആക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ കാണിക്കേണ്ട ഒരു ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പവർ ബട്ടൺ ആണ്. ഇത് എപ്പോഴും ഓണാക്കി വെക്കുക. ഈ മെഷീൻ ഓണാക്കി വെക്കുന്നത് മേലേക്ക് ആക്കുമ്പോൾ ഓഫ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു പൊസിഷനോടെ കാണിച്ചിട്ടുണ്ട്. താഴേക്ക് ആക്കുമ്പോൾ ഓൺ. ഇത് ഈ യെല്ലോ ബട്ടൺ ഇതിൻ്റെ ആക്സിലേറ്റർ ആണ്. നമുക്ക് പുല്ല് ചെത്തുന്നതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാ. പുല്ല് കട്ട് ചെയ്യുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കണ്ട, ഇത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പൊട്ടിപ്പോയാലും ആരും വിഷമിക്കേണ്ട. ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ബാക്കിയുള്ള പ്ലാസ്റ്റിക് അവർ ചുറ്റി വെച്ചിട്ടുണ്ടാവും. അത് വലിച്ച് രണ്ട് വശത്തു കൂടിയും 4 ഹോളാണ് ഉള്ളത്. 2 വശത്തോടെയും പുറത്തേക്ക് നീട്ടിയിടുക കേട്ടോ. സ്റ്റാർട്ടാക്കാണ്. നമ്മൾ ഈ പവർ ബട്ടൺ ഓണാക്കി വെക്കുക. അതുപോലെ തന്നെ ചോക്ക് വലിക്കുക. നമ്മൾ ഈ കേബിൾ വലിച്ചിട്ട് സ്റ്റാർട്ടാക്കാണ് കേട്ടോ. സംഭവം സ്റ്റാർട്ടായിട്ടുണ്ട്. അതിനുശേഷം ചോക്ക് ഓഫ് പൊസിഷനിലേക്ക് വെക്കുക. അപ്പൊ ഞാൻ ഇതിന്റെ ചോക്ക് ഓഫ് പൊസിഷനിലേക്ക് വെക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓഫ് പൊസിഷനിൽ വെക്കുന്ന സമയത്ത് പുല്ല് ചെത്തണ സമയത്ത് പുല്ല് ചെത്താനുള്ള ഒരു പവർ മെഷീന് എനിക്ക് തോന്നിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇതിന്റെ ചോക്ക് ഓഫ് പൊസിഷനിൽ വെച്ചില്ല. കുറച്ച് മാത്രം താഴ്ത്തി വെച്ചോളൂ കേട്ടോ. ഈ മെഷീൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റോടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് ചോദിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ചോക്ക് ഓണാക്കി വെക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പെട്രോൾ കൂടുതൽ ചിലവാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ചോദിച്ച് കൺഫേം ചെയ്യാനുണ്ടോ. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എല്ലാ സേഫ്റ്റി മെഷറുകളും ഉപയോഗിക്കുക. ഇവിടെ വേണ്ടത് ഷീൽഡാണ്. മുഖം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഷീൽഡ്. ഗ്ലാസ് ഉപയോഗിക്കുക, ഗ്ലൗസ് ഉപയോഗിക്കുക. ഞാൻ ഷീൽഡ് ഇല്ലാത്ത തന്നെ ഹെൽമെറ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫുൾ സ്ലീവ് സക്കറാൻ ശ്രമിക്കുക. നമുക്ക് വലിയ ഷൂ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പൊ നമുക്ക് ചിലപ്പോഴേ കല്ല് തെറിക്കാൻ ചാൻസ് ഉണ്ടാവും. കല്ല് തെറിക്കാൻ നല്ല വേദനയാണ്. ഒരു നല്ലൊരു ഷൂ ഇടുക. ഷൂ ഇല്ലാത്തവരാണെങ്കിൽ ക്രോക്സിന്റെ നല്ലൊരു ചെരുപ്പ് വാങ്ങിയിട്ടാലും മതി കേട്ടോ. അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. മാസ്ക് വയ്ക്കാൻ നല്ലതാണ്. കാരണം ഇവിടെ പുല്ലില് ഒച്ചുണ്ട്. അപ്പൊ ഒച്ചയ്ക്ക് പീസായിട്ട് പോകും. അപ്പൊ അതിന്റെ മേത്തുന്ന അതിന്റെ വെള്ളം തെറിക്കാതിരിക്കാനായിട്ട് മാസ്ക് വെക്കണമെങ്കിൽ അതും നല്ലതാണ്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തെങ്കിൽ അവർ ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് കാണാം. എല്ലാവരോടും താങ്ക് യു.